ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിന്റെയും ഒക്കെ വിവാഹമൊക്കെ കഴിഞ്ഞു. അപ്പൊ വർഷയുടെ അച്ഛനും അമ്മയും ഒക്കെ ആദ്യം കുറച്ച് ഉടക്കൊക്കെ ഉണ്ടാക്കിയെങ്കിലും പിന്നീട് അവർ സമാധാനപ്പെട്ട് ഇവരുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ചന്ദ്രമതിയുടെ വീട്ടിൽ വർഷയുടെ അമ്മ വന്ന പാടെ തന്നെ തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ, അതായത് അവരത്യാവശ്യം കാശുള്ള വീട്ടിലതാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ ആഭരണങ്ങളൊക്കെ വർഷയ്ക്ക് കൊടുത്തു. ഞങ്ങൾ വർഷയ്ക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കിനും ഇതൊക്കെ കണ്ട് നമ്മുടെ രേവതി അവിടെ നിൽക്കുകയാണ്. അപ്പം ചന്ദ്രമതിക്കാണെങ്കിലോ ഈ ആഭരണങ്ങളൊക്കെ കണ്ടിട്ട് ഒരു രക്ഷയില്ല, വളരെയധികം സന്തോഷമായി. ചന്ദ്ര പറഞ്ഞു, ദേ നിങ്ങളൊക്കെ ഞങ്ങളുടെ ബന്ധുക്കാരായത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒന്നുമില്ലെങ്കിലും പഠിപ്പും വിവരവും ഒക്കെ ഉള്ളൊരു കുടുംബത്തിലെ കുട്ടിയല്ലേ അവള് സ്വന്തം കാലിൽ നിൽക്കുന്നുമുണ്ട്. ഇതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ എനിക്കങ്ങ് അഭിമാനമാണെന്നൊക്കെ പറഞ്ഞ് വർഷയെ അങ്ങ് പൊക്കി വിടുകയാണ്. ചന്ദ്രമതി ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മുടെ രേവതി ആണെങ്കിൽ വർഷയുടെ അമ്മയ്ക്ക് ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ രേവതിയെ കണ്ടതും എവിടെയെങ്കിലുമൊക്കെ ഒരു നമ്മുടെ സച്ചിയോടുള്ള ആ ഒരു അരിശം അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ പുള്ളിക്കാരി സച്ചിയോടുള്ള ആ ഒരു ദേഷ്യമൊക്കെ നമ്മുടെ രേവതിയുടെ അടുത്ത് തീർക്കാൻ തുടങ്ങുകയാണ്. അതിനു വേണ്ടിയിട്ട് അവരൊരു കാര്യം ഉണ്ടാക്കി. അല്ല എന്താ രേവതി, കയ്യിലൊന്നും വളയൊന്നും ഇല്ലല്ലോ, അതുപോലെ കഴുത്തി കിടക്കുന്ന മാല ഇത് വരവിൻ്റെതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം രേവതി ഒന്നും മിണ്ടാതെ നിൽക്കുക. അന്നേരം പെട്ടെന്ന് തന്നെ നമ്മുടെ ചന്ദ്രമതി പറഞ്ഞു, ഇവളുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ ഭേദം. ഇവളുടെ അച്ഛൻ കാരണമാണ് ഈ വീട്ടിൽ വന്ന് ഇവൾ താമസിക്കുന്നത്. എൻ്റെ പാവപ്പെട്ട രവിയേട്ടൻ്റെ വണ്ടിക്ക് മുന്നിൽ ഇവളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തതാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇതുപോലെയുള്ളൊരു കുടുംബത്തെ പെണ്ണ് വന്നു ചേർന്നത്. ദേ എനിക്ക് സത്യം പറഞ്ഞാൽ ശ്രുതിയെക്കുറിച്ചും അതുപോലെ തന്നെ വർഷയെക്കുറിച്ചും ഒക്കെ ആലോചിക്കുമ്പോൾ വളരെയധികം അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ രേവതിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണെന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ രേവതിയെ ഇങ്ങനെ കൊള്ളിക്കുന്ന രീതിയിൽ സംസാരിച്ചു. അപ്പം രേവതി ആണെങ്കിൽ പറഞ്ഞു, അമ്മേ എൻ്റെ അച്ഛനും അതുപോലെ എൻ്റെ അമ്മയും ഒക്കെ സാധാരണക്കാരാണ്, ഞങ്ങൾ സാധാരണക്കാരാണ് എന്നൊക്കെ അറിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ അവിടെ വന്ന് പെണ്ണ് ചോദിച്ചത്, അതും നിങ്ങളുടെ മൂത്ത മകന് വേണ്ടിയിട്ട്. എന്നിട്ട് അത് നടക്കാതെ വന്ന സമയത്ത് അച്ഛനും അച്ഛമ്മയും ഒക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് സച്ചിയുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിച്ചതെന്നും വർഷയുടെ അമ്മ നിൽക്കുമ്പോൾ തന്നെ ചന്ദ്രമതിക്ക് വേണ്ടിയിട്ട് കനത്ത മറുപടി അങ്ങ് രേവതി കൊടുത്തു. ചന്ദ്രയ്ക്കാണെങ്കിൽ വന്ന് ഇവളിപ്പോൾ എൻ്റെ തലയിൽ കയറുന്ന അവസ്ഥയിലായി. എന്ത് ചെയ്യാനാ, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത സാധാരണക്കാരി. അവൾക്ക് നാക്കാണെങ്കിലോ അങ്ങേ അറ്റം വരെ നീണ്ടിങ്ങനെ കിടക്കുകയാണെന്നും പറഞ്ഞു. അങ്ങനെ ഇവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പം അമ്മയുടെ പ്രശ്നം ഇപ്പം എന്താ, അമ്മയ്ക്ക് എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പം, എടി ആൾക്കാരൊക്കെ കാണുകെ പൊന്നും സ്വർണ്ണവും ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെ നടക്കണം, അതാണ് കുടുംബത്ത് പറഞ്ഞ പെണ്ണുങ്ങളുടെ ലക്ഷണം എന്നൊക്കെ പറഞ്ഞു. നിനക്കറിയാലോ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യക്കാരനാണ്, അയാൾക്ക് കോടികളുടെ വരുമാനമുണ്ട്. അതുപോലെ തന്നെ വർഷയുടെ അച്ഛനും നല്ല ഒന്നാം തരം ഒരു ഉദ്യോഗസ്ഥനാ. വർഷയ്ക്കും അവൾ ഒറ്റ മോളാണ്, അതുകൊണ്ട് അവൾക്ക് നല്ല സാമ്പത്തികമുണ്ട്. ഇവരെയൊക്കെ തട്ടിച്ചു നോക്കിയാൽ നീ മാത്രമാണ് കീടമെന്നൊക്കെ പറഞ്ഞ് രേവതിയെ ഇങ്ങനെ അപമാനിച്ചു. അതുമാത്രമല്ല, നിന്റെ അച്ഛൻ ആ വൃത്തികെട്ടവനുണ്ടല്ലോ, അവൻ എൻ്റെ മുന്നിലെങ്ങാനും വന്നിട്ടാണ് മരിച്ചു പോയിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ തന്നെ അവനെ കൊന്നേനെന്ന് പറഞ്ഞു. ചന്ദ്രയ്ക്ക് അത്ര കണ്ട് ദേഷ്യമാണ് നമ്മുടെ രേവതിയുടെ അച്ഛനെ. അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ രേവതിയുടെ സകല നിയന്ത്രണങ്ങളും വിട്ടു. അവൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാ, അച്ഛനും അതുപോലെ തന്നെ നിങ്ങളും ഒക്കെ കൂടി തന്നെയാ എനിക്ക് ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ സമ്മാനിച്ചത്. ഇത് ഞങ്ങളാരും ആ വീട്ടിൽ വന്ന് വാങ്ങിക്കൊണ്ട് വന്നതൊന്നും അല്ലല്ലോ, നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു തന്നതല്ലേ. ഇനി എന്തായാലും അത് നിങ്ങൾക്ക് മടക്കി തരാനും ഞാൻ ബാധ്യസ്ഥയാണ്. അങ്ങനെ അവൾ ദേഷ്യപ്പെട്ട് അകത്തോട്ട് പോയിട്ടാണെങ്കിലോ അവിടെ ഇരുന്ന് നമ്മുടെ ചന്ദ്രമതിയും രവിയും കൂടെ വാങ്ങിക്കൊടുത്ത സ്വർണ്ണാഭരണങ്ങളൊക്കെ ഒരു പെട്ടിയുടെ അകത്താക്കി അവിടെ വാതിക്കെ കൊണ്ടുവന്ന് വെച്ചു. അപ്പം വർഷയുടെ അമ്മ ഇതൊക്കെ കണ്ടങ്ങ് ആസ്വദിക്കുകയാണ്. എന്തായാലും ചന്ദ്രമതിയുടെ കുടുംബം ഒന്ന് കലക്കാൻ പറ്റിയല്ലോ, രേവതി ഒന്ന് വിഷമിപ്പിക്കാൻ പറ്റി. ഈ ഒരു സമാധാനമാണ് നമ്മുടെ വർഷയുടെ അമ്മയ്ക്കുള്ളത്. അങ്ങനെ രേവതി അവൾ ആ ആഭരണപ്പെട്ടി തുറന്നിട്ട്, നോക്ക് നിങ്ങൾ വാങ്ങിത്തന്ന എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, ദേ ഇത് മുഴുവനും നിങ്ങൾ തന്നെ സൂക്ഷിച്ചോ, എൻ്റെ ഭർത്താവ് എന്തെങ്കിലും അയാൾക്ക് കഴിയുന്ന കാലത്ത് എനിക്ക് മേടിച്ചു തന്നോളൂ എന്നും പറഞ്ഞു. നീ അത്ര വലിയ നല്ലവളൊന്നും ആവുമെന്നും വേണ്ട, ഇത് നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോൾ, വേണ്ട, ഇനി ഇതിൻ്റെ പേരിൽ ഞാൻ ആരുടെയും മുന്നിൽ തല കുനിക്കാൻ പോകുന്നില്ല. എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയത്
അഭിമാനത്തോടു കൂടി ജീവിക്കാനാ, അല്ലാതെ ആരുടെ മുന്നിൽ അടിമയായിട്ട് ജീവിക്കാനല്ല എന്നുകൂടെ രേവതി പറഞ്ഞു. ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്നാണ് വന്നതെങ്കിലും ഇവളുടെ ഈ ഒരു തൻ്റെ ഇടം സമ്മതിക്കണമെന്ന് പറഞ്ഞ് ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നു. അങ്ങനെ ചന്ദ്ര ഓരോ കാര്യങ്ങൾ വീണ്ടും വീണ്ടും കുത്തി സംസാരിച്ചു. അങ്ങനെ അവസാനം കാതിൽ കിടന്ന കമ്മലും അതുപോലെ തന്നെ കഴുത്തിൽ ഇവർ അണിയിച്ച താലിമാലയും ഉൾപ്പെടെ നമ്മുടെ ചന്ദ്രയുടെ മുന്നിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്തു രേവതി. എന്നിട്ടോ, അതെ, നീ എന്തിനാ ഇനിയിപ്പോൾ കെട്ടുതാലി പൊട്ടിച്ച് നിൽക്കുന്നത്? ഇങ്ങനെയൊക്കെ താലി ഊരി കഴിഞ്ഞാൽ അത് നിനക്ക് തന്നെ ആയിരിക്കും ദോഷം. അല്ലെങ്കിൽ നീ നിന്റെ ഭർത്താവും തമ്മിൽ യാതൊരുവിധ ചേർച്ചയില്ലല്ലോ. ഇനിയിപ്പോൾ താലി എടുത്ത് മാറ്റിയതിൻ്റെ പേരിൽ അതും 2 കല്യാണം കഴിച്ചിട്ടും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കോഞ്ഞാട്ടയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അധിക്ഷേപിച്ചു. അതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ സച്ചി വരുവാണ്. സച്ചി വന്ന സമയത്താണെങ്കിലോ രേവതി കണ്ണീരോട് കൂടി സച്ചിയോട് പറഞ്ഞു, അതെ, നിങ്ങളുടെ വീട്ടുകാർ എനിക്ക് വേണ്ടി വാങ്ങി തന്ന എല്ലാ സ്വർണവും ഞാൻ അവർക്ക് മടക്കി കൊടുത്തു എന്ന് പറഞ്ഞു. നീ ചെയ്തത് നന്നായി രേവതി എന്ന് സച്ചി മറുപടി പറയുകയാണ്. അങ്ങനെ അവസാനം താലി വരെ ഊരി കൊടുത്തു എന്നറിയുന്ന സമയത്താണെങ്കിലോ നമ്മുടെ രവി ചോദിച്ചു, മോളെ നീ എന്തൊക്കെ ഈ ചെയ്തത്? ദേ, അച്ഛൻ കഷ്ടപ്പെട്ട് മേടിച്ചു തന്ന സാധനങ്ങളല്ലേ അത്, നീ എന്തിനാ അത് ചന്ദ്രമതിക്ക് തിരികെ കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ രേവതി പറഞ്ഞു, അച്ഛൻ കഷ്ടപ്പെട്ടത് അത് അമ്മയ്ക്ക് അനുഭവിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ അത് എനിക്ക് വേണ്ട, എനിക്ക് അർഹതയില്ലാത്തതൊന്നും ഇനി ഞാൻ ഉപയോഗിക്കില്ല എന്നും പറഞ്ഞ് അവൾ അതുകൂടെ അങ്ങ് തിരികെ നൽകി. ആ സമയമാണെങ്കിലും അച്ഛൻ വിഷമിക്കേണ്ട കേട്ടോ, അച്ഛൻ്റെ മകൻ കെട്ടിയ താലി ഇപ്പോഴും എൻ്റെ കഴുത്തിൽ ഭദ്രമാണെന്നും പറഞ്ഞ് ആ താലി പൂജയ്ക്കിടെ നമ്മുടെ രേവതിയുടെ കഴുത്തിൽ സച്ചി കെട്ടിക്കൊടുത്ത മഞ്ഞച്ചരടി കോർത്തിരിക്കുന്ന താലിയുണ്ടല്ലോ, ആ താലി എടുത്ത് അവൾ വെളിയിലേക്ക് ഇട്ടു. അപ്പം മനസ്സിലായി, പിന്നെ അമ്മ വിചാരിക്കുന്നത് എൻ്റെ കാതി കിടക്കുന്ന കമ്മലും അതുപോലെ ദേ എൻ്റെ കയ്യിൽ 1-2 വളകളും ഉണ്ട്, ഇതൊക്കെ ഞാൻ തിരിച്ചു തരണമെന്ന് വിചാരിച്ചാൽ ഇതൊന്നും അമ്മ എനിക്ക് വാങ്ങിത്തന്നതല്ല, ഇതൊക്കെ എൻ്റെ അച്ഛമ്മ എനിക്ക് സമ്മാനിച്ചതാണ് എന്നും പറഞ്ഞ് അവൾ തൻ്റെ ഇടത്തോടു കൂടി അകത്തോട്ട് പോയി. ചന്ദ്രമതി ആണെങ്കിൽ കിട്ടിയുടെ അപ്പനെ കിട്ടി, ഇതാണെങ്കിൽ ഇത്. അപ്പം നമ്മുടെ സുധിയാണെങ്കിലോ രേവതിയുടെ ഈ ഒരു സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇരിക്കുന്ന കാണുമ്പം നമ്മുടെ സുധിയുടെ കണ്ണൊക്കെ അങ്ങ് മഞ്ഞളിക്കുകയാണ്. ഇതടിച്ചു മാറ്റി എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി നടത്തിയാലോ എന്നുള്ളൊരു കാര്യം അവൻ അവിടെ വെച്ച് ചിന്തിക്കുകയാണ്. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ നടക്കുന്നു. പിന്നീടാണെങ്കിൽ റൂമിലെത്തിയ സച്ചിയും രേവതിയും കൂടെ സംസാരിക്കുകയാണ്. അപ്പം സച്ചി പറഞ്ഞു, നീ ഇന്ന് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? ഇതിനു വേണ്ടിയൊക്കെ ദേഷ്യപ്പെടാൻ എന്താ ഉണ്ടായെന്ന് ചോദിക്കുക. അതെ, എൻ്റെ അച്ഛനെ കുറിച്ച്, എൻ്റെ അച്ഛൻ മരിച്ചു പോയതല്ലേ, അച്ഛൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്ത് എൻ്റെ ഓർമ്മയിലേ ഇല്ല, അങ്ങനെയുള്ള എൻ്റെ അച്ഛനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കത്തില്ല എന്നൊക്കെ ഇവളിങ്ങനെ പറയുകയാണ്. നീ കാണിച്ചത് എന്തായാലും നന്നായി, അമ്മയ്ക്ക് കൊടുക്കേണ്ട മറുപടി തന്നെയാണ് നീ കൊടുത്തത്. പിന്നെ ദേ ഈ ഒരു ബുക്കിൽ നിനക്ക് ആവശ്യമുള്ള ആഭരണങ്ങൾ എന്തൊക്കെയാണെന്നും നിനക്ക് എന്തൊക്കെയാണ് ഇനി അങ്ങോട്ട് വേണ്ടതെന്നും ഒക്കെ ഒന്ന് എഴുതി വെക്ക്. എൻ്റെ കഴിവ് പോലെ ഞാൻ എല്ലാം നിനക്ക് വാങ്ങിച്ചു തരും. പൊന്നും സ്വർണ്ണമൊന്നും ഇല്ലെങ്കിലും എൻ്റെ രേവതിയെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് എന്നും പറഞ്ഞിട്ട് സച്ചി അവളെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പം അവൾക്കാണെങ്കിലോ ഒരുപാട് സന്തോഷമായി, തൻ്റെ ഭർത്താവ് തന്നെ സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്തുന്നുണ്ടല്ലോ. അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ്. അപ്പോൾ കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക്